ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. എ ജേണി ത്രൂ കേരളക്കരയിലൂടെ എന്ന പാഠഭാഗത്തിലെ ഇന്നത്തെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനു മുമ്പ് ആദ്യമായി ഈ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാൻ മറക്കല്ലേ. കേരളത്തിൻ്റെ ഔദ്യോഗിക ചിഹ്നങ്ങളാണ് നമ്മളിനി പരിചയപ്പെടാൻ പോകുന്നത്. എല്ലാ കൂട്ടുകാരും ഇത് നോട്ട്ബുക്കിൽ രേഖപ്പെടുത്തുമല്ലോ. കൂടാതെ നിങ്ങളുടെ പാഠപുസ്തകത്തിലും ഇത് രേഖപ്പെടുത്താനുണ്ട്. സംസ്ഥാന വൃക്ഷം ഏതാണ്? സ്റ്റേറ്റ് ട്രീ തെങ്ങ്, കോക്കനട്ട് ട്രീ. സ്റ്റേറ്റ് ഡ്രിങ്ക് സംസ്ഥാന പാനീയം ഇളനീർ, ടെൻഡർ കോക്കനട്ട്. സ്റ്റേറ്റ് ഇൻസെക്റ്റ് മലബാർ ബാൻഡഡ് പീകോക്ക്. സംസ്ഥാന ശലഭം ബുദ്ധമയൂരി. അടുത്തത് സ്റ്റേറ്റ് ഫ്ലവർ സംസ്ഥാന പുഷ്പം ഏതാണ്? കണിക്കൊന്ന, കാഷിയ ഫിസ്റ്റുല. സ്റ്റേറ്റ് ആനിമൽ സംസ്ഥാന മൃഗം ഏതാണ്? ആന, എലഫന്റ്. സംസ്ഥാന മത്സ്യം കരിമീൻ, സ്റ്റേറ്റ് ഫിഷ് ഗ്രീൻ ക്രോമൈഡ്. സ്റ്റേറ്റ് ഫ്രൂട്ട് സംസ്ഥാന ഫലം ജാക്ക് ഫ്രൂട്ട്, ചക്ക. സ്റ്റേറ്റ് ബേർഡ് സംസ്ഥാന പക്ഷി മലമുഴക്കി വേഴാമ്പൽ, ഗ്രേറ്റ് ഹോൺബിൽ. അടുത്തത് നമ്മുടെ കേരളത്തിൻ്റെ ഔദ്യോഗിക തവളയായി ശുപാർശ ചെയ്തിട്ടുള്ള പാതാള തവള. അത് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല. നിങ്ങളുടെ പിറന്നാൾ എന്നാണ്? അത് നിങ്ങളുടെ പുസ്തകത്തിൽ എഴുതാനുണ്ട് കേട്ടോ. കേരളത്തിൻ്റെ പിറന്നാളോ? കേരള പിറവി എന്നാണ്? നവംബർ 1. കേരളത്തെക്കുറിച്ച് ഇവിടെ തന്നിരിക്കുന്ന വിവരങ്ങൾ കൂട്ടുകാരുടെ നോട്ട്ബുക്കിൽ എഴുതുക. മൈ കേരള. കേരള വാസ് ഫോംഡ് ഓൺ November 1, 1956. Ours is one of those states in India which were formed on the basis of language, a state of Malayalam speaking people. We observe the state formation day of Kerala on November 1 every year. എൻ്റെ കേരളം 1956 നവംബർ 1 ഐക്യ കേരളം രൂപം കൊണ്ടു. ഭാരതത്തിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട സംസ്ഥാനങ്ങളിൽ ഒന്നാണ് നമ്മുടേത്. മലയാള ഭാഷ സംസാരിക്കുന്നവരുടെ സംസ്ഥാനം. എല്ലാ വർഷവും നവംബർ 1 നാം കേരള പിറവി ദിനമായി ആചരിക്കുന്നു. കേരള പിറവി ദിനത്തിൽ എന്തെല്ലാം ആഘോഷങ്ങളാണ് നിങ്ങളുടെ വിദ്യാലയത്തിൽ നടത്താറുള്ളത്? ഹൗ ഡു യു സെലിബ്രേറ്റ് ദ സ്റ്റേറ്റ് ഫോർമേഷൻ ഡേ ഓഫ് കേരള ഇൻ യുവർ സ്കൂൾ? കൂട്ടുകാർ ഓർക്കുന്നുണ്ടോ കഴിഞ്ഞ വർഷം എന്തെല്ലാം പരിപാടികളായിരുന്നു കേരള പിറവി ദിനത്തിൽ നിങ്ങളുടെ സ്കൂളിൽ ഉണ്ടായിരുന്നത് എന്ന്? കേരള ഗാനം കുട്ടികൾ ആലപിക്കും അല്ലേ? പിന്നെ ക്വിസ് മത്സരം നടത്താറുണ്ട്, ചുമർ പത്രിക നിർമ്മാണം നടത്താറുണ്ട്, പ്രസംഗ മത്സരവും നടക്കാറുണ്ട്. കേരളത്തെക്കുറിച്ച് കുറേ കാര്യങ്ങൾ നാം കേട്ടു അല്ലേ? കേരളത്തിൽ റെയിൽവേ ഇല്ലാത്ത ജില്ലകൾ ഏതൊക്കെയാണ്? ഭൂപടം നോക്കി കൂട്ടുകാർക്ക് കണ്ടെത്താമോ? ഭൂപടത്തിൽ നോക്കുമ്പോൾ റെയിൽ പാളങ്ങൾ ഇല്ലാത്ത ജില്ലകൾ ഏതൊക്കെയാണ്? വയനാട്, ഇടുക്കി. അടുത്തതായി കൂട്ടുകാർക്ക് ചെയ്യാനുള്ള പ്രവർത്തനമാണ്, പാഠപുസ്തകത്തിൽ തന്നിട്ടുള്ള പ്രവർത്തനമാണ് മേക്ക് എ ജിക്സോ ആൻഡ് പ്ലേ. ഒരു ജിക്സോ പസിൽ ഉണ്ടാക്കി അതുപയോഗിച്ച് കളിക്കുക. കേരളത്തിൻ്റെ ഔട്ട്ലൈൻ മാപ്പ് ഫോട്ടോ കോപ്പി എടുത്ത് ഒരു ഹാർഡ് ബോർഡിൽ ഒട്ടിക്കുക. അതിനുശേഷം ഉണങ്ങിയ ശേഷം ഓരോ ജില്ലയും ശ്രദ്ധയോടെ വെട്ടിയെടുക്കുക. എന്നിട്ട് ജില്ലകൾ ചേർത്ത് വെച്ച് കേരളത്തിൻ്റെ മാപ്പ് പൂർത്തിയാക്കുക. ഇതാണ് കളി. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇത് ചെയ്യില്ലേ? നമ്മുടെ ആദ്യ പ്രവർത്തനമായ കേരളത്തിൻ്റെ ഔദ്യോഗിക ചിഹ്നങ്ങളുടെ ചിത്രങ്ങൾ ശേഖരിച്ച് അതും കൂട്ടുകാർ നോട്ട്ബുക്കിൽ ഒട്ടിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ പ്രവർത്തനങ്ങളെല്ലാം ചെയ്ത് നിങ്ങളുടെ ടീച്ചറിന് അയക്കുക. ഈ ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായും അറിയിക്കുക. എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.